ആദ്യരാത്രി എന്ന് പറയുന്ന ഒരു രസമല്ലേ? അല്ലേ? അല്ല, അനുഭവിച്ചവർക്കല്ല ചേട്ടൻ രസമായിരുന്നോ? കല്യാണം കഴിക്കണോ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ചുരുക്കില്ല എന്നൊക്കെയാണ് പല രീതിയിൽ. കുഴപ്പമില്ലടാ, ഇനി നമുക്ക് മറ്റേത് വലിക്കാൻ തോന്നുമ്പോ അതിന് പൊട്ടിച്ച് ഇത് കൂടെ അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ മേടിച്ചു കൊടുക്കണം. ക്യാമറ ഓണായിരിക്കുകയാണ്. ഞാൻ എന്ത് സാധനാന്ന് പറഞ്ഞിട്ടില്ല. വേണ്ടല്ലോ. മറ്റേത് വലിക്കുമ്പോൾ എന്നെ പറയാം എന്തൊക്കെ വലിക്കാൻ കിടക്കുന്നു. നമ്മുടെ സ്കിറ്റ് എത്ര പ്രാവശ്യം വലിച്ചേക്കുന്നു. ഉരുണ്ടിട്ട് മെഴുകി വാരി മറ്റേത് എന്ന് മാത്രം ഞാൻ പറഞ്ഞു. അത് നിങ്ങൾ എന്ത് അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ ഓർമ്മ വന്നു? അത് ഞങ്ങള് നേരിട്ട് സിനിമയിലേക്ക്, ടർബോ സിനിമയിലേക്ക്. എനിക്ക് അങ്ങോട്ട് മാറാൻ സ്ഥലമില്ല. ഞാൻ കമ്പി പിടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുക, തോളെ കൈ വെച്ച് ഇങ്ങനെ ഇരിക്കുക. ഞാനതേ ശരിക്കും അതിങ്ങനെ ആസ്വദിക്കുക. പുള്ളി ഇങ്ങനെ കഴിച്ചിട്ട് സ്ക്രിപ്റ്റ് വായിച്ച് കേൾക്കുന്നതൊക്കെ അത്രയും സമയം ഞാനിങ്ങനെ ഒരു രാജാവിനെ പോലെ. പിൻ ഡ്രോപ്പ് സൈലന്റ് എന്ന് പറഞ്ഞാൽ എല്ലായിടും ഭയങ്കര അതെല്ലായിടും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഒരു വല്ലാത്ത ഓറയാണ്. കൂവലൊക്കെ എത്ര ലളിതമാണ്. അടിയും ഉപദ്രവമൊക്കെ കൂടുതൽ. അത് കിട്ടുമല്ലോ. ടി വി ഷോ എന്ന് പറയുമ്പം റിസൾട്ട് പിന്നീട് അറിയാം. ഇവിടെ അപ്പോഴേ കിട്ടുമല്ലേ, അപ്പോഴേ വാങ്ങിച്ചോണ്ട് പോവാം. പാലോം പാലോം നല്ല നടപ്പാലം, അപ്പന്റെ കൈയും പിടിച്ച് നടക്കണ നേരം. വെൽക്കം ടു മോളിവുഡ് മിക്സ് വിത്ത് മീനാക്ഷി. ഇന്ന് മോളിവുഡിൽ നിങ്ങളെ കുടുകൂടാ ചിരിപ്പിക്കാനായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട 2 കോമഡി ആർട്ടിസ്റ്റുകളെയാണ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഓൺ ടു ദ ഷോ, ലെറ്റ് മീ വെൽക്കം മായ ആൻഡ് നമ്മുടെ സ്വന്തം മണിക്കുട്ടൻ ചേട്ടൻ. താങ്ക് യു. ചേട്ടൻ ഇത് കണ്ണടയൊക്കെ വെച്ച് എന്റെ ഷോയിൽ ഇത്രയും ഞാനൊരു ഇൻട്രോ കൊടുക്കുമ്പോൾ മാസമായിട്ടിരുന്നിട്ടുള്ളൊരു ഗസ്റ്റ്. ഒന്ന് വെക്ക് ചേട്ടാ, കണ്ണട ഒന്ന് നമ്മളൊന്ന് വെച്ച്. അതുകൊണ്ടല്ല, സാധാരണ ഇങ്ങനെ ആരും വിളിക്കാറില്ല. വിളിച്ചപ്പോ 10 കണ്ണാടയായിട്ട് വന്നേക്കുക. അല്ല, എനിക്ക് ആ ഒരു ഔട്ട്ഫിറ്റ് എന്റെ മായയാണ് പറഞ്ഞത്. കേറി വന്ന് ചേട്ടാ ഗ്ലാസും കൊടുത്തു, സ്റ്റൈലാണ് ഇൻട്രോ ഒക്കെ വെക്കാന്നൊക്കെ. വന്നിട്ട് ഇപ്പൊ കണ്ട കാല് മാറിയത്. എനിക്ക് ഇന്നത്തെ ചേട്ടന്റെ ഒരു ഔട്ട്ഫിറ്റ് കണ്ടോ, ഭയങ്കര കൂളായിട്ട്. മൺകുട്ടൻ വന്ന് ഇരിക്കുമ്പോ ഞാൻ ഓർത്തു ഒരു സാധാരണ ഷർട്ടാണോ പറഞ്ഞത്? അല്ല, മണിക്കുട്ടൻ ചേട്ടൻ. മണിക്കുട്ടൻ ചേട്ടൻ വന്ന് ഇരുന്നപ്പോ അവർക്കറിയാം. ഞാൻ ഓർത്ത് ഷർട്ട് പാന്റ് അല്ലെങ്കിൽ മുണ്ട അങ്ങനെയൊക്കെ ഇട്ടിട്ടായിരിക്കുക. ഇത് മറ്റേ വിജയ് സ്റ്റൈലിലെ ടീഷർട്ട്, ഓവർകോട്ട്, ജോഗർ. വിജയ് സിനിമ നിർത്തിയത് പുള്ളി അറിഞ്ഞിട്ടില്ല. അല്ല, പുള്ളി നിർത്തിയത് കൊണ്ടാണ് നമുക്ക് മണിക്കുട്ടൻ ചേട്ടന്റെ ഒരു ഔട്ട്ഫിറ്റ് റേറ്റ് ഒന്ന് നോക്കാം. ഇനിയിപ്പോ ഇത് ഊരി മറ്റേത് വെച്ചാലേ കണ്ണ് കാണത്തുള്ളൂ. ഇപ്പൊ മീനൊരിക്കുന്നില്ലേ, പുള്ളി കാണുന്നില്ല. ഇപ്പൊ കാണുന്നുണ്ട്. ഞാൻ കളിക്കുന്നില്ല. ഇല്ല ചേട്ടാ, അങ്ങനെ പറയരുത്. ചേട്ടൻ അവിടെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് ഇന്ന് ഇന്റർവ്യൂ ഉണ്ട്, ഈ ഒരു രീതിയിൽ പോകാന്ന് വീട്ടിൽ നിന്ന് ഭാര്യ മക്കൾ പറഞ്ഞു തന്നാണോ അതോ ചേട്ടന്റെ സ്വന്തം തീരുമാനമായിരുന്നു? ഭാര്യ കൊടുക്കാല്ലേ, കുത്തു മേടിക്കാൻ വെറുതെ ആകെ ഇതേ ഉണ്ടായിരുന്നുള്ളൂ. അതൊരു അല്ല, ഈ ഓവർകോട്ടൊക്കെ ചേട്ടൻ എപ്പോഴും സാധാരണ ഡ്രസ് ചെയ്യുമ്പോ ഇങ്ങനെയാണോ ഡ്രസ് ചെയ്യുന്നത്? അങ്ങനെ വെച്ചാ ഇപ്പൊ അങ്ങനെയൊക്കെ ഇടാറുണ്ട്. ഇപ്പൊ മകന്റെ പഠിച്ചതാണോ അതൊക്കെ? അത് ശരി. അത് ശരിയാണ്, അവന്റെയാണ്. സയന്റിസ്റ്റ് ആണോ? അത് കേക്കട്ടെ, അത് ഭയങ്കര പുതിയൊരു ഇൻഫർമേഷൻ ആണല്ലോ. സയന്റിസ്റ്റ് അല്ല, ജിയോളജിസ്റ്റ്. പക്ഷെ അവിടെ എവിടെയായിരുന്നു അല്ലേ? അത് ശരി. അപ്പൊ മകന് ഈ കലാപരമായിട്ടുള്ള കാര്യങ്ങളിലോടല്ല, പഠിത്തപരമായിട്ടുള്ള കാര്യങ്ങളോട് അക്കാഡമിക്കലി ഇൻക്ലൈൻഡ് ആണ്. ഇനി എടുക്കാൻ ഡിഗ്രി ഒന്നും ഇല്ല, എല്ലാം പുള്ളി എടുത്തു. കോഴ്സൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇതിനകത്തേക്ക് ഇറങ്ങാമെന്ന് പറഞ്ഞു. ഇപ്പം മാസ്റ്റർ ഡിഗ്രി ഒക്കെ കഴിഞ്ഞപ്പോ 2 മാസ്റ്റർ ഡിഗ്രി ഉണ്ട്. അല്ലെങ്കിൽ ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ് ഈ അച്ഛന്മാര് മക്കളുടെ സാധനം പറഞ്ഞു ഞാൻ പ്രായമുള്ള ആള്. അല്ല, നിങ്ങൾ മകനെ പോലെ ചെറുപ്പമായി എന്നാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. കണ്ടിട്ടില്ലേ? അത് അതല്ല, ഒറ്റടിക്ക് പറയാമല്ലോ നിങ്ങൾ ചെറുപ്പമാണ് എന്ന് പറഞ്ഞ ചേട്ടൻ ചെറുപ്പമാണ്. ഓക്കെ അല്ലേ? ഇത് പറഞ്ഞു, മകനെ കുറിച്ച് പറഞ്ഞു വന്ന് അവന് ഇതൊക്കെയാണെന്ന് പറഞ്ഞിട്ട്
പിന്നെ ഇത് ആലോചിക്കുക, മമ്മൂക്കയും മാറി മാറി സ്വാപ്പ് ചെയ്തൊക്കെ ഇടാറുണ്ടല്ലോ. ആരോടാണ് ഉപമിക്കുന്നത്? പൊന്നു അപ്പൊ പറയൂ, എന്താണ് രണ്ടുപേരും മമ്മൂക്കയെ നേരിട്ട് കണ്ട് ഒരു ഫോട്ടോ എടുക്കാൻ നടന്ന ആൾക്കാരാണ് നമ്മൾ. ഇപ്പോഴും അത് തന്നെയാണ്. കണ്ടിട്ടില്ല ഇതുവരെ? അല്ല, അങ്ങനെ ഇരുന്നപ്പോഴാണ് അപ്പോഴാണ് ഞങ്ങളുടെ ഒരു സ്കിറ്റ് കണ്ടിട്ട് അദ്ദേഹം ഞങ്ങളെ നേരിട്ട് സിനിമയിലേക്ക്, ടർബോ സിനിമയിലേക്ക്. നിങ്ങൾ ടർബോയിലുണ്ട്. ഞാനല്ല, ചേട്ടനെ വിളിച്ചത്. അല്ല, അഭിനയം പഠിക്കാനുണ്ട്. അങ്ങനെ അതിനകത്ത് വേഷം ചെയ്തത് അദ്ദേഹം നേരിട്ട് വിളിച്ചതാണ്. അപ്പോൾ അതൊരു ഭയങ്കര, നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ലല്ലോ നമ്മളെയൊക്കെ അങ്ങനെ നേരിട്ട്. അയ്യോ, അതൊരു ഭയങ്കര അനുഭവമായിരുന്നു. എന്താണ് മമ്മൂക്ക വിളിച്ചിട്ട് പറഞ്ഞേ? നീ ഇങ്ങോട്ട് വരണ്ടാന്ന്. ഏത് സ്കിറ്റ് കണ്ടിട്ടാണ് മമ്മൂക്ക വിളിച്ചിട്ട് എന്താണ് പറഞ്ഞത്? മഴവിൽ മനോരമയിലെ ഒരു ഞങ്ങളുടെ ഒരു വൈറൽ സ്കിറ്റ് ഉണ്ടായിരുന്നു. ഞങ്ങൾ തമ്മിൽ അല്ലെങ്കിൽ ഞങ്ങള് തല്ലും പിടിക്കുന്ന ഒരു ഹസ്ബൻഡ് വൈഫ്. അത് കണ്ടിട്ടാണ് അദ്ദേഹം വിളിച്ചത്. അദ്ദേഹം എല്ലാവരുടെ കോമഡി പ്രോഗ്രാംസും കാണും മമ്മൂക്ക. എല്ലാവരും നോട്ട് ചെയ്യും, എല്ലാരും കാണും. അപ്പൊ അതിന്റെ ഇടയിൽ ഞങ്ങളുടെ സ്കിറ്റ് കണ്ടപ്പോ അങ്ങനെ മണിക്കുട്ടൻ ചേട്ടനെ വിളിച്ചതാണ്. മമ്മൂക്ക വരുമ്പോ ഞാൻ ഒരു സംഭവം ശ്രദ്ധിച്ചിട്ടുണ്ട്. അതായത് ഞങ്ങൾ ഈ ഇന്റർവ്യൂസിന് മമ്മൂക്കാന്റെ ഇന്റർവ്യൂ ഉള്ള ദിവസം അതുവരെ നമ്മളെല്ലാരും മറ്റേ ഭയങ്കര ബഹളം ഇങ്ങനെ നിൽക്കായിരിക്കും. മമ്മൂക്ക വരുമ്പോ ക്രൗഡ് പ്ലാസയിലെ ഇന്റർവ്യൂ നടക്കണ വെച്ചോ, അദ്ദേഹം താഴെ വരുമ്പോ നമുക്കിവിടെ മുകളിൽ അറിയപ്പെടുക മമ്മൂക്കെത്തി. നമ്മൾ ഈ സ്കൂളിലെ ടീച്ചറൊക്കെ വരുമ്പോ കുട്ടികളുടെ ഡിസിപ്ലിൻ ഉണ്ടാവത്തില്ല, അതേമാതിരി എവിടെ അങ്ങനൊന്നും അല്ല. പിൻ ഡ്രോപ്പ് സൈലന്റ് എന്ന് പറഞ്ഞാൽ എല്ലായിടും ഭയങ്കര അതെല്ലായിടും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഒരു വല്ലാത്ത ഓറയാണ് അതിങ്ങനെ. പുള്ളിയുടെ ഒരു പ്രഭാവലയത്തിനകത്താണല്ല നമ്മളെ പറഞ്ഞ് ഭയപ്പെടുത്തി ഭീഷണിപ്പെടുത്തിയൊക്കെ വെച്ചേക്കുന്നു. പിഷു എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയൊക്കെയുള്ള നമ്പറുകളൊക്കെ ഒന്നിനകത്ത് ഞാൻ വീണ് കൊടുക്കരുത്, ആവശ്യമില്ലാതെ ഡയലോഗ് ഒന്നും അടിച്ച് വീണു, വേണ്ട ഇൻസ്ട്രക്ഷൻ ഒക്കെ ഉണ്ടായതുകൊണ്ട്. അപ്പം നമ്മളൊന്നും മിണ്ടാതെ നിന്നാൽ മതി. അപ്പോൾ വരുന്നു എന്ന് പറഞ്ഞ് റിഹേഴ്സലൊക്കെ ചെയ്ത് നേരെ ചെന്ന് ബസ്സിനകത്താണ് ഫസ്റ്റ് ഷോട്ട്. ബസ്സിനകത്ത് ഞാൻ കയറി നിന്ന്, ഡയറക്ടറുണ്ട്, ക്യാമറ ഉണ്ട്, എല്ലാം ഉണ്ട്. അദ്ദേഹം വരുന്നു സ്റ്റെപ്പിലേക്ക്, ഫസ്റ്റ് സ്റ്റെപ്പിലേക്ക് അങ്ങനെ കയറി ഇങ്ങനെ നിന്നപ്പോൾ കാണുന്ന തന്നെയാണ് ഞാൻ. മാത്രം അത്ര സ്പേസേ ഉള്ളൂ അവിടെ, വേറെ ആരെയും ഇല്ല കാണാൻ. സൈഡിലാണ് ക്യാമറ. എന്നെ ഇങ്ങനെ ഫസ്റ്റ് സ്റ്റെപ്പ് കയറുന്നുണ്ട്, ഇങ്ങനെ മൊത്തം ഇങ്ങനെ അല്ലേ ടിൽ ഡൗൺ പോലെ ഇങ്ങനെ ഒരു നോട്ടം നോക്കിയിട്ട് കേട്ടോ. അപ്പം ഞാൻ എനിക്കറിയാമല്ലോ ഇത് എന്തൊക്കെയോ. ഞാനിങ്ങനെ ചിരിച്ച് കുറേ രണ്ടാമത്തെ സ്റ്റെപ്പിൽ കയറുന്നു, എന്താന്ന് അപ്പോഴും ഇനി ചിരിക്കാതിരുന്നാലോ, എന്ത് ചെയ്യണമെന്നറിയാം. പിന്നെ ഞാൻ ചെറുതായിട്ട് എന്ത് ചെയ്യണമെന്നറിയാൻ വയ്യാതെ ഇങ്ങനെ മൂന്നാം സ്റ്റെപ്പ് കയറിയിട്ട് വാ തുറന്നെങ്കിലും സംസാരിക്കണോ, കേൾക്കട്ടെ ശബ്ദമൊക്കെ. അപ്പോഴാ ശ്വാസം. എന്നിട്ട് തോളെ വിളിച്ചിട്ട് സ്കിറ്റൊക്കെ കാണാറുണ്ട്, നന്നായിട്ടുണ്ട്. കൂടെയുള്ള കുട്ടിയുടെ പേരെന്താ? മായ. ആ കുട്ടിയോട് പറഞ്ഞേരെ നന്നായി അഭിനയിക്കുന്നു. ഓ, ഞാൻ അന്നേരം ഇങ്ങനെ വളരെ ഫോൺ ചെയ്തു. അന്നേരം ഫോൺ ചെയ്തു. എന്നിട്ട് സ്ക്രിപ്റ്റ് ഡിസ്കസ് ചെയ്യാൻ അവിടെ ഇങ്ങനെ ഞങ്ങൾക്ക് രണ്ടുപേർക്കേ ഉള്ള സ്പേസ് ഇങ്ങനെ. അപ്പോൾ അതേ ഇങ്ങനെ തോളെ കൈ ഇങ്ങനെ വെച്ചിട്ട്, എനിക്ക് അങ്ങോട്ട് മാറാൻ സ്ഥലമില്ല, ഞാൻ കമ്പി പിടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുക, തോളെ കൈ വെച്ച് ഇങ്ങനെ ഇരിക്കുക. ഞാനാണേ ശരിക്കും അതിങ്ങനെ ആസ്വദിക്കുക. പുള്ളി ഇങ്ങനെ കഴിച്ചിട്ട് സ്ക്രിപ്റ്റ് വായിച്ച് കേൾക്കുന്നതൊക്കെ അത്രയും സമയം ഞാനിങ്ങനെ ഒരു രാജാവിനെ പോലെ ഞാൻ. അപ്പം കമ്മിങ് ടു മായ നെക്സ്റ്റ്. മായ ചെറുതാണെങ്കിലും ഒരുപാട് സിനിമയില് അല്ലെ കുഞ്ഞു കുഞ്ഞു റോൾസ് അച്ചാറായിരുന്നു. അച്ചാറ് എല്ലാത്തിലും കുഞ്ഞു കുഞ്ഞു. പക്ഷേ ഇറ്റ്സ് എ മസ്റ്റ് അല്ലേ, ഉണ്ടെങ്കിൽ അർജുൻ അശോകന്റെ കൂടെ ചെയ്തതിനകത്ത് അതൊരു 3 സീന് അത് കൊള്ളായിരുന്നു, നല്ലായിരുന്നു. അതാണിപ്പോ നീ റിലീസ് ആവാനുള്ളത്. ഓക്കെ. അപ്പം ഇതിനു മുമ്പ് ചെയ്ത സിനിമകളിൽ ഇപ്പൊ ചേട്ടൻ ഇതേപോലെ പങ്കുവെച്ച പോലെ ഏതെങ്കിലും ഒരു ഹീറോയുടെ കൂടെയോ ഹീറോയിന്റെ കൂടെ മനസ്സിൽ ഇങ്ങനെ കാത്തു വെക്കാൻ പറ്റുന്ന ഒരു അനുഭവം ഒന്ന് ഷെയർ ചെയ്യാൻ പറഞ്ഞാൽ? എനിക്ക് ഭയങ്കര എന്ന് പറഞ്ഞാൽ എനിക്ക് ലാലേട്ടനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ കാണാൻ പറ്റുന്നൊന്നും എനിക്ക് അറിയില്ല. പക്ഷെ ഞാൻ ആദ്യം ചെയ്തത് മമ്മൂക്കയുടെ കൂടെയാ. അത് ഡയറക്ടർ സിദ്ദിഖ് സാറാണ് എന്നെ ആദ്യമായിട്ട് ഭാസ്കർ ദി റാസ്കലിന് ഒരു ജേർണലിസ്റ്റിന്റെ റോളിന് വിളിക്കണം. മമ്മൂക്കോട് ചോദ്യം ചോദിക്കുന്ന ഇഷാ തൽവാർ ഇറങ്ങി വരുമ്പോ മമ്മൂക്കോട് അപ്പൊ അത് എപ്പോഴും അത് റിലീസായിപ്പോ 14-15 വർഷമായിട്ടും തോന്നുന്നു. 15 വർഷമായി ഭാസ്കർ എന്നാണ് എന്റെ ഓർമ്മ. അല്ല ഇല്ലെങ്കിലും 13 അങ്ങനെ എന്നാണ് എന്റെ ഓർമ്മ കേട്ടോ.
അതിലിങ്ങനെ യുവാക്കളുടെ ഹരമായ റാണി കബീർ ഇപ്പൊ താങ്കളുടെ ഹരമാണെന്ന് പറയുന്നത് ശരിയാണോ? അതിപ്പോഴും ഞാൻ പറഞ്ഞു. ഏതെങ്കിലും ഒരു സീന് നിങ്ങൾ രണ്ടുപേരും അഭിനയിച്ചത് നിങ്ങൾ ഭയങ്കര അഭിനയിക്കാനായിട്ട് കഷ്ടപ്പെട്ട് ഇങ്ങനെ മറ്റേ തോന്നക്കൽ പഞ്ചായത്തിൽ ഓരോ അരിയും പിറക്കിയെടുത്ത സംഭവം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അങ്ങനെയല്ല, അങ്ങനെ തന്നെ അങ്ങനെ ഏതെങ്കിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1-2 ദിവസം നമ്മൾ റിഹേഴ്സൽ ചെയ്ത് പ്രിപ്പയർ ചെയ്ത് വരുന്നതായതുകൊണ്ട് അതിനൊരു റീടേക്കിന്റെ കാര്യം വരില്ല. അതെ, അത് ഒറ്റയടിക്ക്. പിന്നെ റീടേക്ക് എന്നുള്ളൊരു സംഭവം റിയാലിറ്റി ഷോസിന് ഇല്ലല്ലോ. അത് ആക്ഷൻ പറഞ്ഞ കട്ട് പിന്നെ കഴിഞ്ഞിട്ട് അത് മറ്റേ റിയാലിറ്റി ഷോസ് അല്ലാണ്ടുള്ള സ്കിറ്റുകളാണെങ്കിലും എന്താ അല്ലാണ്ടാണെങ്കിലും ഒരുവിധം എല്ലാം അങ്ങനെ തന്നെ പോകണം. എന്തെങ്കിലും ഒരു ടെക്നിക്കൽ പ്രോബ്ലോ അല്ലെങ്കിൽ ഇപ്പോ അത്രയും ഡയലോഗ് എന്തെങ്കിലും വിട്ടു പോയാൽ മാത്രമേ കട്ട് പറയുള്ളൂ. വരാറില്ല. ഇപ്പം സിനിമയില് ഉപരി ഇവരെ നമുക്ക് എല്ലാവർക്കും ഇത്ര അറിയുന്നതും നമ്മുടെ ഫേവറേറ്റ് ആയതും ഈ പറഞ്ഞ പോലെ കോമഡി റിയാലിറ്റി ഷോസിലൂടെയും ഓരോ കോമഡി പ്രോഗ്രാമിലൂടെയാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ സ്ക്രീനിൽ നിങ്ങൾ സ്കിറ്റ് കളിക്കുന്നതിനേക്കാൾ രസം ഒരു പക്ഷെ നിങ്ങൾക്ക് സ്റ്റേജിൽ കുറെ ഓഡിയൻസിന് മുമ്പിൽ സ്കിറ്റ് ചെയ്യുന്നതാണോ? രണ്ടും രണ്ട് വൈബാ. ഒന്നെന്ന് പറഞ്ഞാല് സ്ക്രീനിൽ നിൽക്കുമ്പോ നമുക്ക് ആ ഒരു ഫ്ലോറ് അതിലെ നിന്ന് കളിക്കാൻ പറ്റുള്ളൂ. വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇറങ്ങാന്നല്ലാതെ അത്രേ പറ്റുള്ളൂ. പൂരപ്പറമ്പ് അങ്ങനെയല്ല, പൂരപ്പറമ്പ് പൊളിയാ. കൂവലൊക്കെ എത്ര ലളിതമാണ്, കൂവല് കുറവാണ്. പിന്നെ നമ്മൾ ഉപദ്രവമൊക്കെ കൂടുതൽ. പിന്നെ തിരിച്ച് നമ്മൾ പറഞ്ഞങ്ങ് ഇതാക്കും. അങ്ങനല്ല, എല്ലാ കലാകാരന്മാർക്കും തുടക്കമല്ല എല്ലാ പിന്നെ നിങ്ങൾ നോക്കൂ ആക്ച്വലി തമാശ ചിരിക്കുന്നുണ്ടോ അത് കിട്ടുമല്ലോ. ഇതാണ് മുമ്പേ നേരത്തെ ചോദിച്ചില്ലേ ഫ്ലോറും സ്റ്റേജും തമ്മിലുള്ള വ്യത്യാസം പറയാം. ഇപ്പം TV ഷോ എന്ന് പറയുമ്പം റിസൾട്ട് പിന്നീട് അറിയാം, അതിന്റെ പൾസ് പിന്നീട് അറിയാം. ഇവിടെ അപ്പോഴേ കിട്ടുമല്ലേ, അപ്പോഴേ വാങ്ങിച്ചോണ്ട് പോവാ. ഇനി ബമ്പർ ചിരിയിലൂടെയും അല്ലാതെ ഷോസിലൂടെയും നിങ്ങളെ ഭയങ്കര അടുത്ത് നിൽക്കുന്ന നിങ്ങളെ കുറച്ച് ആൾക്കാരുടെ പേര് ഞാൻ പറയാം. അവരെ പറ്റിയിട്ടുള്ള ഏതർ എ ഗുഡ് മെമ്മറി അല്ലെങ്കിൽ അവരിൽ നിന്ന് നിങ്ങൾ പഠിച്ചിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം. ഓക്കെ, അപ്പൊ മായയെ പറ്റി 2 വാക്ക് ചേട്ടാ പ്ലീസ്. 2 വാക്കോ? ഈ മായ മായ പോലങ്ങ് പോവും മാഞ്ഞേ. ഇത് സെലിബ്രിറ്റി ആണ്, ഇച്ചിരി ജാടയുണ്ടോ പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോ? കുളിക്കാത്തോണ്ടാ. ബാടയല്ല ജാട. അത് കൂടിരുത്തി കൊണ്ട് അങ്ങനെ നമ്മള് പോയിരുന്നത് ശരിയല്ലല്ലോ. ഉള്ള കാര്യം നമ്മൾ പറയാതിരിക്കാനും പറ്റത്തില്ല. അപ്പൊ ഉണ്ടോന്ന് ചോദിച്ചാ ഉണ്ട്, ഇല്ലെന്ന് ചോദിച്ചാ ഇല്ല. അങ്ങനെ എന്തുവായിരുന്നു ചോദിച്ചേ? അത് തന്നെ. കോമഡി ഒക്കെ എങ്ങനെ ആൾക്കാർ ചിരിക്കാറുണ്ടോ? പുള്ളിക്കാരുടെ കോമഡി ഏക്കാറുണ്ടോ? താങ്ക് യു ചേട്ടാ, താങ്ക് യു. ഉർവശി ചേച്ചിയെ കുറിച്ച് പറയുമ്പോ ഞാനിവിടെ ഇന്നും ഇരിക്കാൻ കാരണം ചേച്ചി തന്നെയാ. അതല്ല, അതായത് എന്റെ തുടക്കത്തില് ഞാൻ ഒരു ഡാൻസർ ആയിട്ട് വന്നതാ. ബാക്കിൽ ഡാൻസ് കളിക്കാൻ വേണ്ടിട്ട് വന്നതാ. ഫ്രണ്ടിൽ കയറുന്ന കളിക്കാൻ ഞാൻ ഹൈറ്റും വെയിറ്റും ഉണ്ടായിരുന്നു. അപ്പൊ അതിനൊക്കെ കുഞ്ഞു കുട്ടികളാണ് ഫ്രണ്ടിൽ കളിക്കണ്ടായിരുന്നത്. അപ്പൊ അഭിനയം എന്താണ്, സ്കിറ്റ് എന്താണെന്നോ മോഡുലേഷൻ അങ്ങനെ ഒന്നും പറഞ്ഞാൽ അറിയില്ല. നമുക്ക് ഈ ഡാൻസ് മാത്രമേ അറിയുള്ളൂ. അപ്പൊ എന്നോട് ഒരു ആർട്ടിസ്റ്റ് വന്നില്ലായിരുന്നു. അപ്പൊ ഇവർക്ക് ഈ ഹൈറ്റും വെയിറ്റും ഉള്ള ഒരു കുട്ടീനെ വേണ്ടിയിരുന്നത്. അപ്പൊ തൽക്കാലത്തേക്ക് എന്നെ പിടിച്ചു നിർത്തിയതാ. അതൊരു റെക്കോർഡിങ് സ്കിറ്റ് ആയിരുന്നു. അപ്പൊ അത് കാരണം ഞാൻ പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ലല്ലോ, റെക്കോർഡല്ലേ, ചുണ്ടനക്കാൻ മതിയല്ലോ. അപ്പൊ അവര് പറഞ്ഞു ഈ റെക്കോർഡ് നീ പഠിച്ചു വെച്ചാ മതി. അല്ലല്ല, അത് ലൈവാ ചെയ്ത. ഇത് നീ ഇപ്പൊ എനിക്ക് പറഞ്ഞാ മതി എന്ന് പറഞ്ഞു. അപ്പൊ അത് എനിക്ക് അഭിനയിക്കാൻ ഉള്ളിന്റെ ഉള്ളിൽ ഭയങ്കര ആഗ്രഹം ഉണ്ടല്ലോ. അതും നന്നായിട്ട് പഠിച്ചു, ലിപ്പൊക്കെ സിങ്കാക്കി അത് പഠിച്ചിട്ട് അങ്ങനെ കയറിയപ്പോ ഉർവശി ചേച്ചി ചോദിച്ചു അതാരാ എന്ന് വെച്ചു, ആർട്ടിസ്റ്റ് ആണോ എന്ന് വെച്ചു. അപ്പൊ നല്ല കുട്ടി ഡാൻസറാണ്, ഒറിജിനൽ ആർട്ടിസ്റ്റിന് വരാൻ പറ്റിയില്ല, അപ്പൊ പകരം കയറ്റിയതാണ് ഡാൻസ് ചെയ്തോട്ടെ ചേച്ചി പറഞ്ഞു. അപ്പൊ എന്നെ ഡാൻസിന് നിർത്തണ്ട, അവള് കുഴപ്പമില്ലാതെ ചെയ്യുന്നു. കുഴപ്പമില്ലാതെ ചെയ്യുന്നുണ്ട്, അസൂയുള്ളവര് പിന്നീന്ന് കുത്തും. ഞാൻ കേട്ടത് ഡാൻസിനും നിർത്തണ്ട, പട്ടികൾ കുറച്ചിട്ട് പോട്ടെ. അടുത്തത് ഇവരിൽ നിന്നൊക്കെ വൺ ഓഫ് മൈ ഫേവറേറ്റ് ആയിട്ടുള്ള നമ്മുടെ സ്വന്തം സാബു ചേട്ടൻ. സാബു ചേട്ടൻ തഗ്ഗിന്റെ ആളാണ്. സാബു ചേട്ടനെ പക്ഷെ എനിക്ക് സാബു ചേട്ടൻ അത്രയും പരിചയമില്ല. അവിടെ ഒരു ചിരിയിൽ വന്നപ്പോ അതന്നെ, അങ്ങനെയല്ല,
ഒരു ചിരിയിൽ വന്നിട്ട് കുറച്ച് ദിവസം ചേട്ടൻ ഉണ്ടായിട്ടുള്ളൂ, പിന്നെ ഷൂട്ടിംഗ് ഒക്കെ ആയിട്ട് ചേട്ടൻ പോയി. അപ്പൊ ആ ഒരു കുഞ്ഞു പരിചയമുള്ളൂ ഉള്ളത് അല്ലേ. സാബു നല്ല സ്ട്രൈറ്റ് ഫോർവേഡ് മനുഷ്യനാണ്. ചേട്ടാ ഈ എന്താ പറയാ സ്കിറ്റൊക്കെ ശരിയായില്ലെങ്കിൽ സാവു ചേട്ടൻ അത് മുഖത്ത് നോക്കി അങ്ങനെ പറയത്തില്ലേ? മുഖത്ത് നോക്കിയല്ലേ, എവിടെ നോക്കിയോ സംക്രാന്തി നസീർ സംക്രാന്തി ചേട്ടൻ പറയും എന്തുവാണ് അവിടെ ഇരുന്ന് കാണിച്ചു കൂട്ടി കൊള്ളത്തില്ലടാ സ്കിറ്റ് അങ്ങനെ പറയും. നിങ്ങൾക്ക് ഈ ബമ്പർ കിട്ടിയില്ലെങ്കിൽ വിഷമാകാറുണ്ട് ഇത്ര കഷ്ടപ്പെട്ട് വന്ന്? നമുക്കല്ല, എല്ലാ ആൾക്കാർക്കും നമ്മൾ അതെന്തിനാന്നറിയോ, കിട്ടുന്ന പൈസ കുറയൂലോ അതല്ല വിഷമം. ഓഫ് നല്ലൊരു സ്കിറ്റ് ചെയ്യാൻ പറ്റിയില്ലല്ലോ ഇത്രയും ദിവസം ഇരുന്നിട്ട്, അങ്ങനെ തോന്നിയിട്ട് അങ്ങനെ തോന്നും. ഇതിന്റെ ഇപ്പം എനിക്ക് നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒന്ന് മറ്റേ അപ്പൂപ്പന്റെ അമ്മമ്മയുടെ ഒരു ആദിരാത്രി, അതിലെ മറ്റേ കയറി പിടിച്ച് ഇങ്ങനെ രസമാണ്. എവിടെന്നാണ് ഇത്രയും വൈൽഡ്? ആദിരാത്രി എന്ന് പറയുന്ന ഒരു രസമല്ലേ? അല്ലേ? അല്ല അനുഭവിച്ചവർക്കല്ല ചേട്ടൻ രസമായിരുന്നു. എനിക്കറിയില്ല. കല്യാണം കഴിക്കണോ ആദിരാത്രിക്ക്? അല്ല മാന്യമായി ജയിക്കുന്ന ഒരു കല്യാണം കഴിച്ച ആദിരാത്രി ആഘോഷിക്കാറ്. നിങ്ങൾ ഇനി എങ്ങനെയാന്ന് പറയും? ഞാനത് ഒന്നും പറയാനില്ല, ചെറിയ ബ്ലോക്ക് ഇട്ട് കളഞ്ഞ്. മാന്യത നമ്മുടെ പോവൊന്ന് പേടിച്ചിട്ട് പറയണ്ട എന്റെ മാന്യത പോവെന്ന്. ക്യാപ്റ്റൻ രാജ് സാറാണെങ്കിൽ എവിടെ ഇന്റർവ്യൂവിന് പോയാലും ഉണ്ടല്ലോ, അദ്ദേഹം ചില ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിക്കും, അതിന് ആൻസർ ചെയ്യണം. അത് അദ്ദേഹത്തിന്റെ ഒരു ഹോബിയാണ്. മഴവിൽ ഒരു പ്രോഗ്രാം അദ്ദേഹം വന്നപ്പോൾ ഇത് കണക്ക് കയറിയെന്ന്. അപ്പോൾ അവിടുന്ന് ചോദ്യം ഇങ്ങോട്ട് വന്നു. അപ്പോൾ പുള്ളി പറഞ്ഞ് ഇത്ര സില്ലി ചോദ്യങ്ങളൊന്നുമല്ല, ഞാൻ കുറച്ച് ഒരു ചോദ്യം ചോദിച്ചു, അതിന് നിങ്ങൾ ആൻസർ ചെയ്യാമെങ്കിൽ നിങ്ങൾക്ക് 1000 രൂപ തരാമെന്ന് പറഞ്ഞു. സുരാജ് വെഞ്ഞാറമ്മൂടൊക്കെ ഉണ്ടായിരുന്നു ആ ഷോയിൽ. ഇദ്ദേഹം കൂടെ ചോദിക്കാൻ ആദ്യ ചോദ്യം, നമ്മൾ വെറ്റിലും പഴയ ആൾക്കാർ വെറ്റിലും മുറുക്കുമ്പം അതിൻ്റെ ഈ തണ്ടല്ലല്ലോ അതിൻ്റെ അറ്റം അല്ലേ ഇങ്ങനെ പൊളിപ്പിച്ച് ഇവിടെ വെക്കും, അതെന്തുകൊണ്ടാണെന്ന് അറിയാമോ? എല്ലാവരും കൂലം കഷമായിട്ടിരുന്ന് ആലോചിച്ചു, പല ആൻസർ അറിയില്ല. സുരാജ് വരെ എന്തെങ്കിലും കാരണം അറിയില്ല, ആർക്കും അറിയില്ല. ഓഡിയൻസിൽ നിന്ന് ആർക്കെങ്കിലും പറയാന്നുണ്ടെങ്കിൽ 1000 രൂപ ഓഡിയൻസ് അത് കാണും. അപ്പോൾ ഓഡിയൻസിൽ നിന്ന് ഒരു പയ്യൻ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു ശരിയായിരുന്നു ആൻസർ. പുള്ളി രണ്ടാമതൊരു ചോദ്യം ചോദിച്ചു, അതിന് ആൻസർ എന്തായിരുന്നു അത് പിന്നെ പറയാം. രണ്ടാമതൊരു ചോദ്യം കൂടെ ചോദിച്ചു, അതിനും ഈ ഓഡിയൻസിൽ നിന്നുള്ള പയ്യൻ ആൻസർ ചെയ്തു. മൂന്നാമത് ചോദിച്ചു, അതിനും ഇവൻ തന്നെ ആൻസർ ചെയ്തു. 3000 രൂപ ഈ ആ പുള്ളിനെ പറഞ്ഞോട്ട് അത് കഴിഞ്ഞിട്ട് ഷൂട്ട് ചെയ്തത്. അല്ല സാർ, ആ ഓഡിയൻസിന് ആർക്ക് വേണമെങ്കിലും പറയാമെന്നല്ലേ. ആ ഓഡിയൻസ് അവൻ എൻ്റെ ഡ്രൈവറാ, അവനെല്ലാം അറിയാവുന്ന, അവനെ ഇറക്കരുത്. ഈ സുഖമുണ്ട് സാർ, അത് കണക്ക് എന്തോ പ്രിപ്പയർ ചെയ്ത് ചോദ്യം. അത് വിട്, ഇതിപ്പോ എന്തിനാ ഇവിടെ ഒട്ടിച്ചു വെച്ചെന്ന് പറഞ്ഞു. ഉത്തരം പറഞ്ഞിട്ട് ചില ആൾക്കാർക്ക് ആദ്യമായിട്ട് മുറുക്കുമ്പോൾ തല കറങ്ങും, എന്തായിരുന്നു ചൊരുക്കും. അതൊരു മെന്റൽ ട്രീറ്റ് പോലെയാണ്, സൈക്കോളജിയാണ്. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ചൊരുക്കില്ല എന്നൊക്കെയാണ് പല രീതിയിലും. കുഴപ്പമില്ലടാ, ഇനി നമുക്ക് മറ്റേത് വലിക്കാൻ തോന്നുമ്പോ അതിന് പൊട്ടിച്ച് ഇത് കൂടെ വെച്ചാൽ അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ മേടിച്ചു കൊടുക്കണം. ക്യാമറ ഓണായിരിക്കുകയാണ്, ഞാൻ എന്ത് സാധനാന്ന് പറഞ്ഞിട്ടില്ല, വേണ്ടല്ലോ. മറ്റേത് വലിക്കുമ്പോൾ എന്നെ പറയാം എന്തൊക്കെ വലിക്കാൻ കിടക്കുന്നു, നമ്മുടെ സ്കിറ്റ് എത്ര പ്രാവശ്യം വലിച്ചേക്കണം, ഉരുണ്ടിട്ട് മെഴുകി വാരി മറ്റേത് എന്ന് മാത്രം ഞാൻ പറഞ്ഞു. അത് നിങ്ങൾ എന്ത് അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ ഓർമ്മ വന്നു, അതെന്താ സാധനം ഒന്ന് എങ്ങനെ ഓർമ്മ വന്നു? അത് പറ. എന്തൊക്കെ ഉണ്ട്? ബീഡി ഉണ്ട്, സിഗരറ്റ് ഉണ്ട്, ഇത് രണ്ടും നിങ്ങൾ ഉപേക്ഷിച്ച് മറ്റതെന്ന് പറഞ്ഞപ്പോൾ സിഗരറ്റാ ഉദ്ദേശിച്ചത്. ഞാൻ ഈ കാറാണ്, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. എന്നോടോ അതെ, ഞാൻ അതൊക്കെ മേലെ ഉദ്ദേശിച്ചു. അപ്പൊ പിന്നെ അതൊന്നും ഒരു കഷ്ണം പൊട്ടിച്ചൂടെ വെച്ചാ പോരെ, നടക്കുമല്ലോ. ട്രൈ ചെയ്തിട്ട് പറ. ഇനി ഇവരെ വളർത്താൻ അനുവദിച്ചു. അപ്പൊ അടുത്തതായിട്ട് നമുക്ക് മായയുടെ ഒരു നല്ല പാട്ട് എന്ന് പറയരുത്, പറയാം. എന്റെ മൺവീണയിൽ കൂടണയാനൊരു മൗനം പറന്നു പറന്നു വന്നു, പാടാൻ മറന്നൊരി പാട്ടിലെ തേൻകണം പാടി പതിഞ്ഞിരുന്നു. എൻ്റെ മൺവീണയിൽ കൂടണയാനൊരു മൗനം പറന്നു പറന്നു വന്നു, പാടാൻ
കേട്ടോ എനിക്കറിയുള്ളൂ. എനിക്ക് കുറച്ച് പാട്ട് ഇഷ്ടമാണ്. ഗുഡ്. അപ്പൊ ഗൈസ്, നമ്മള് മണിക്കുട്ടൻ ചേട്ടന്റെ ഈ പാട്ടോട് കൂടി ഇന്നത്തെ ഈ ഒരു ഇന്റർവ്യൂ വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് വീണ്ടും വേറെ ഇന്റർവ്യൂസ് ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ. അപ്പൊ ഓവർ ടു യു ചേട്ടാ. ഈ പാട്ടോടുകൂടി പിരിച്ചുവിടുക ചില സമ്മേളനം ഈ പാട്ടോടുകൂടി ഇനി ഇന്റർവ്യൂ കാണരുത് എന്നാണോ ഉദ്ദേശിച്ചത്? പാലോം പാലോം നല്ല നടപ്പാലം, അപ്പന്റെ കൈയും പിടിച്ച് നടക്കണ നേരം, ആയോരു പാലത്തിൻ്റെ തൂണി നിന്നും പൊന്നോ എന്നൊരു വിളിയും കേട്ടേ. എന്താണപ്പാ ഒരു വിളിയും കേട്ടേ, എൻ്റെ അമ്മ വിളിക്കണോ ഒരൊച്ച പോലെ, എൻ്റെ അമ്മ മണ്ണോട് മണ്ണായെന്ന്. ശരിക്കും സാധാരണ കോമഡിക്ക് വന്നിട്ട് ട്രാജഡി ആക്കി മാറ്റാറുള്ളത് ഞങ്ങളുടെ ഇന്റർവ്യൂ കണ്ട അല്ല അങ്ങനെ പുള്ളി തന്നെ ട്രാജഡി ആക്കി മാറ്റിയിട്ടുണ്ട്. ആ പരിപാടി ശരിക്കും ഫീൽ ചെയ്യും. ഞാനും ദുഃഖം പാടി നിങ്ങളും ദുഃഖം പാടി, അതെന്ത് കളിയാ? എന്നാ പിന്നെ ഒരു അടിച്ചുപൊളി പാടും. താങ്ക് യു സോ മച്ച് മായ ആൻഡ് ചേട്ടാ. താങ്ക് യു മീനൂട്ടി.